അഡൽട്ട് ആയിട്ടുള്ള ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ കാറ്റർ പില്ലർ ആയിട്ടുള്ള ആളുകളെയും എല്ലാം ഞാൻ കളക്ട് ചെയ്യും. എന്നിട്ട് ലാബിൽ കൊണ്ടുവരും. ലാബിൽ വളർത്തിയതിന് ശേഷം അടുത്ത ജനറേഷൻ അവരിൽ നിന്നും മുട്ട കളക്ട് ചെയ്ത് ഞാൻ കാറ്റർ പില്ലർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. കാറ്റർ പില്ലറിനെയാണ് എനിക്ക് കിട്ടിയത് എങ്കിൽ ഞാൻ കാറ്റർ പില്ലറിന് കണിക്കൊന്നയുടെ ടെൻഡർ ലീഫ് എല്ലാം വെച്ചു കൊടുത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ കാറ്റർ പില്ലർ ആയിട്ട് ജീവിക്കുകയാണ് ചെയ്യുക. ഈ കാറ്റർ പില്ലർ കംപ്ലീറ്റ് വലുതാവുമ്പോൾ നമുക്ക് സൈസൊക്കെ കൂടി കൂടി വരുന്നത് ഡേ ബൈ ഡേ നമുക്കിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 14 ദിവസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ കാറ്റർ പില്ലറിനെ വളർത്തുന്ന കേജ്, ആ കേജിന്റെ ചുറ്റും ഇവരിങ്ങനെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് കംപ്ലീറ്റ്ലി ഇവർ കണിക്കൊന്നതിന്റെ മുകളിൽ ഇങ്ങനെ ആ ഇല തിന്നുകൊണ്ടിരിക്കുക ചെയ്യുക. പക്ഷെ 14 ദിവസമൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ഒരു കാറ്റർ പില്ലർ എന്ന് പറഞ്ഞ സ്റ്റേജിന്റെ കംപ്ലീറ്റ് മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ആ ലീഫിൽ നിന്നും ഇവർ ഇറങ്ങിപ്പോയി കേജിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. അതിനെയാണ് വാണ്ടറിങ് ഫേസ് എന്ന് പറയുന്നത്.